എല്ലാവർക്കും കുബു സ്റ്റാറ്റ്സിലേക്ക് സ്വാഗതം. പതിവായി AC ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? രോഗിയാവാതിരിക്കാനും കറണ്ട് ബില്ല് ലാഭിക്കാനും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. വേനൽക്കാലത്തെ കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാനാണ് പലരും AC മുറിയിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നത്. എന്നാൽ ഇത് താൽക്കാലിക ആശ്വാസം എന്നതിലുപരി നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് പരിഹാരം? നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായി, AC യൂണിറ്റുകൾക്കുള്ളിൽ രൂപപ്പെടുന്ന ഈർപ്പം ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും വളരാൻ അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നതിനാൽ ഈ രോഗാണുക്കൾ വായുവിലൂടെ ശരീരത്തിലെത്തി മാരകമായ ന്യൂമോണിയ, വിട്ടുമാറാത്ത സൈനസൈറ്റിസ് എന്നിവയ്ക്ക് കാരണമാകുന്നു. രണ്ടാമതായി, വായുവിലെ ഈർപ്പം വലിച്ചെടുക്കുന്നതിനോടൊപ്പം AC നമ്മുടെ ശരീരത്തിലെ ഈർപ്പം കൂടി കുറയ്ക്കുന്നു. ഇത് ചർമ്മം വരളാനും ചൊറിച്ചിലിനും കാരണമാകുന്നു. കണ്ണുകളിലെ കണ്ണുനീർ പാളികൾ വേഗത്തിൽ ഉണങ്ങുന്നതുവഴി കാഴ്ച മങ്ങുക, കണ്ണ് ചുവക്കുക, ഡ്രൈ ഐ എന്നിവയ്ക്ക് കാരണമാകുന്നു. മൂന്നാമതായി, AC മുറികളിൽ വായു പുറത്തേക്ക് പോകാതെ അകത്ത് തന്നെ പുനഃചംക്രമണം നടക്കുന്നതിനാൽ മുറിയിലെ പൊടിയും മറ്റും വർദ്ധിക്കുകയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നാലാമതായി, പുറത്തെ ചൂടിൽ നിന്നും പെട്ടെന്ന് AC മുറിയിലേക്ക് മാറുമ്പോൾ ശരീരത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും അത് ശരീരത്തിലെ പ്രതിരോധശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. തൽഫലമായി പനി, ജലദോഷം, പേശീവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അഞ്ചാമതായി, ശുദ്ധവായു കുറഞ്ഞ AC മുറികളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുകയും സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതായത് അമിതമായ ക്ഷീണം, തലവേദന, ഏകാഗ്രതയില്ലായ്മ എന്നിവയുണ്ടാകുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ നിരന്തരമായി AC ഉപയോഗിക്കുന്നതിനാൽ കറണ്ട് ബില്ല് അതിഭീകരനാകാൻ സാധ്യതയുണ്ട്. അതിനാൽ AC മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത് ACയുടെ താപനില 24 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ക്രമീകരിക്കുക. ഇത് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്ന താപനിലയാണ്. ഒപ്പം കംപ്രസറിൻ്റെ സമ്മർദ്ദം കുറയുകയും കറണ്ട് ബില്ല് ലാഭിക്കുകയും ചെയ്യും. രണ്ടാമതായി, ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ഫിൽറ്ററുകൾ വൃത്തിയാക്കുക. മൂന്നാമതായി, AC മുറിയിലിരിക്കുമ്പോൾ ദാഹമില്ലെങ്കിലും നന്നായി വെള്ളം കുടിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് AC നിരന്തരം ഉപയോഗിക്കാതിരിക്കുക. ഇടയ്ക്ക് ഓഫ് ചെയ്ത് ജനൽ തുറന്നിടുന്നത് ശുദ്ധവായു ലഭിക്കാൻ സഹായിക്കുന്നു. കൃത്യമായ സമയത്ത് എയർ ഫിൽറ്റർ മാറ്റി പുതിയത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ AC വളരെ കൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ AC ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.